ചെറുപ്പം മുതൽ തന്നെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും നമ്മളെക്കാൾ പ്രായത്തിൽ മൂത്ത ആളുകളെ ബഹുമാനിക്കുക, അതുപോലെ അവരോട് എപ്പോഴും റെസ്പെക്റ്റോടെ മാത്രം സംസാരിക്കുക തുടങ്ങിയുള്ള ഒരുപാടധികം നല്ല ശീലങ്ങൾ. എന്നാൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പ്രായമുള്ളവർക്ക് മാത്രം കൊടുക്കേണ്ട ഒരു കാര്യമാണോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരിക്കാം. ലൈഫിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്തതായി ആരും തന്നെയില്ല. എല്ലാവർക്കും തന്നെ റെസ്പെക്റ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ബീങ് റെസ്പെക്റ്റഡ് എന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ തീർച്ചയായും നമ്മൾ തിരിച്ചും റെസ്പെക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആരുടെ അടുത്ത് നിന്നും റെസ്പെക്റ്റ് ചോദിച്ചു വാങ്ങാനോ പിടിച്ചു പറിക്കാനോ ഒന്നും സാധിക്കില്ല. മറിച്ച് നമുക്കത് ഏൺ ചെയ്തെടുക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നണമെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെയും റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും സഹായിക്കുന്ന 7 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലെറ്റ് യുവർ ആബ്സെൻസ് ഫീൽ. നമ്മുടെ ആബ്സെൻസ് കൃത്യമായി മറ്റുള്ളവർക്ക് ഫീലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ വളരെയധികം സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുമായിരുന്നു. അദ്ദേഹം വളരെയധികം ഹാർഡ് വർക്കിങ്ങും അതുപോലെ തന്നെ വളരെയധികം വർക്കഹോളിക്കും കമ്മിറ്റഡും ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു സുപ്പീരിയർ പൊസിഷൻ ലഭിച്ചതും. മാത്രമല്ല വളരെയധികം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയും ഒരുപാടധികം വർക്ക്, അദ്ദേഹത്തിൻ്റെ അല്ലാത്ത വർക്ക് പോലും അദ്ദേഹം ചെയ്ത് കമ്പനിയുടെ നല്ലതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു. ആ ബോസിന് മാത്രം ജോൺ ചെയ്യുന്ന വർക്കിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. എപ്പോഴും ജോണിനെ കുറ്റം പറയുകയും അല്ലെങ്കിൽ ജോണിന് വലിയ റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാതെ അയാളെ പറ്റാവുന്ന സാഹചര്യത്തിലൊക്കെ ഇഗ്നോർ ചെയ്യുകയൊക്കെ ചെയ്യുകയായിരുന്നു ഈ ബോസ് ചെയ്തിരുന്നത്. ഇത് കാരണം ജോണിന് വളരെയധികം വിഷമമായി. കാരണം തൻ്റെ ആത്മാർത്ഥത അല്ലെങ്കിൽ തൻ്റെ വർക്കിനൊന്നുമുള്ള അർഹിക്കുന്ന റെസ്പെക്റ്റ് ലഭിക്കുന്നില്ല, മറിച്ച് നല്ല രീതിയിലുള്ള അവഗണനയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നുള്ള വിഷമം കാരണം അദ്ദേഹം കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു 2 ആഴ്ചയോളം ലീവ് എടുക്കുമ്പോൾ തന്നെ അത് കമ്പനിയിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയിലുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ അധികമായിരുന്നു. അത് മറ്റൊരാൾക്കും തന്നെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൊലീഗ്സ് അദ്ദേഹത്തെ മിസ് ചെയ്യാൻ തുടങ്ങുകയും അദ്ദേഹത്തെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരുപാടധികം കൊലീഗ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും തന്നെ ഇദ്ദേഹത്തിൻ്റെ ആബ്സൻസ് വളരെയധികം വിഷമമുണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് മാത്രമല്ല ഈവൻ അദ്ദേഹത്തിൻ്റെ കൊലീഗ്സിൻ്റെ വർക്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു മോശം ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അങ്ങനെ കമ്പനിയുടെ വർക്കിങ്ങിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു ആബ്സൻസ് അദ്ദേഹം കാരണം ഉണ്ടാവുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ബോസ് അടുത്ത സെക്കൻഡിൽ തന്നെ ജോണിനെ വിളിച്ച് അപ്പോളജൈസ് ചെയ്ത് തിരിച്ച് ജോണിനോട് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ തന്നെ ഒരിക്കലും ബഹുമാനിക്കാത്ത, തന്നെ എപ്പോഴും അവഗണിച്ച് കുറ്റം പറഞ്ഞിരുന്ന ഒരു വ്യക്തി തന്നെ വിളിച്ച് സോറി വരെ പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ച് വിളിച്ച് കൊണ്ടുവരാനായി അപേക്ഷിക്കുന്നത് ജോണിന് ആ കമ്പനിയിലും വർക്കിലുമുള്ള എഫിഷ്യൻസി മറ്റൊരാൾക്കും റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് ബോസ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. നമ്മളിങ്ങനെ എന്തൊക്കെ അറിവുകൾ സ്വന്തമാക്കിയാലും പലരും പറയുന്നൊരു കാര്യമാണ് പണമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടോ എന്താ കാര്യം എന്ന്. ഈ പണക്കാരെ അവരാക്കി മാറ്റാൻ സഹായിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? അത് അവരുടെ ചില ചിട്ടയായ ശീലങ്ങളാണ്. ഇതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ ചിട്ടയായ ശീലങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് തോമസ് സി കോർലി രചിച്ച റിച്ച് ഹാബിറ്റ്സ് എന്ന ഒരു പുസ്തകമുണ്ട്. നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് എങ്ങനെയാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുക, എങ്ങനെയാണ് നമുക്കൊരു വെൽത്തി ഇൻഡിവിജ്വലായി മാറാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ഓഡിയോ ബുക്കായിട്ട് ഞാൻ ഈയിടെ കുക്കു FM-ൽ നിന്ന് ലിസൺ ചെയ്തു. എൻ്റെ ലൈഫിന്റെ ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഓഡിയോ ബുക്കുകൾ നമുക്ക് എന്നും കിട്ടുവാൻ വേണ്ടി ദിവസം 50 പൈസ ചെലവാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കുക്കു FM-ന്റെ ഒരു ഉഗ്രം പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുക്കു FM ഒരു ലൈബ്രറി പോലെയാണ്. എല്ലാം അറിയുന്ന ഒരു ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ്. അതിനുവേണ്ടി കേവലം ഒരു ദിവസം 50 പൈസയാണ് ചെലവ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കു FM-ന്റെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് ചാർജ് എന്ന് പറയുന്നത് 399 രൂപയാണ്. എന്നാൽ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ലെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 199 രൂപയ്ക്ക് ലഭിക്കുന്നു. അപ്പോൾ ഫലത്തിൽ ഒരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 50 പൈസയോളം ചെലവുള്ളൂ. ഒരു ദിവസത്തിൽ 50 പൈസയ്ക്ക് 50,000-ലധികം വരുന്ന പുസ്തകങ്ങൾ, ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ സിമ്പിളായി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഇതിനുവേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ 199 രൂപ ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ കമന്റിൽ കുക്കു FM-ന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കുക്കു FM ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ മെമ്പറായി മാറും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേട്ടുകൊണ്ടേയിരിക്കും. കം ബാക്ക് ടു ദ വീഡിയോ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് യുവർ ബാങ്ക് ബാലൻസ് എന്നാണ്. പണ്ടൊക്കെ ഉത്തരേന്ത്യയിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ് കയ്യിൽ കാശുണ്ടെങ്കിൽ, ജാതകത്തിൽ ശനിദോഷമുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്ന്.
ഇന്നത്തെ കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതും പണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പണം സ്വന്തമാക്കിയതിന് ശേഷം അവർക്ക് ലഭിക്കാൻ പോകുന്ന ബഹുമതികളും അതുപോലെ റെസ്പെക്റ്റും ഒക്കെ തീർച്ചയായിട്ടും ആളുകളുടെ മനസ്സിൽ നല്ല രീതിയിലുള്ള ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ പലരുടെയും ജീവിതത്തിലെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക, റിച്ചായിട്ട് ജീവിക്കുക, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. എന്നാൽ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഈ സമയത്ത് എങ്ങനെ കാശുണ്ടാക്കും, എങ്ങനെ ബാങ്ക് ബാലൻസ് ഉയർത്തും, എങ്ങനെ റിച്ചായിട്ട് ജീവിക്കും എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാവും. തീർച്ചയായിട്ടും ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. അതുപോലെ നല്ല രീതിയിൽ സമ്പാദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ശമ്പളമുള്ള ജോലി നേടുക എന്നുള്ളതല്ല. പലപ്പോഴും ഇന്നത്തെ ആളുകളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെയുള്ള നല്ല നല്ല സാലറിയുള്ള ജോബൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിച്ച് ആവാം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കാൻ മറന്നുപോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ 50,000 രൂപ സാലറി വാങ്ങുന്നതിന് തുല്യമാണ് വിദേശ രാജ്യങ്ങളായിട്ടുള്ള UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ 2 ലക്ഷം രൂപ സാലറി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുക. അതുകൊണ്ട് നമ്മൾ UK പോയിട്ട് അവിടെ 2 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ സാലറിക്ക് 2 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ട് എന്നല്ല. മറിച്ച് പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് വെറും 50,000 രൂപയുടെ വാല്യൂ മാത്രമേ ഉള്ളൂ. ഈ 50,000 രൂപയുടെ ജോലി നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ റിച്ച് ആവുക അല്ലെങ്കിൽ ഒരുപാട് പണം സമ്പാദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹൈ സാലറി ജോബിൽ ഒരു വിദേശ രാജ്യത്ത് പോയി ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് ഇത്തരത്തിലുള്ള മൈക്രോ ഇക്കോണമിക്കൽ കാര്യങ്ങൾ പോലും മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റിക്ക് ടു യുവർ വേർഡ്സ്. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള എന്നാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ്. നമ്മളൊക്കെ തന്നെ ഒരുപാട് വട്ടം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ട്രിപ്പൊക്കെ പോകാനായി പ്ലാൻ ഇട്ട ആൾക്കാരായിരിക്കും. എന്നാൽ ചില ആളുകൾ മാത്രം തുടക്കത്തിൽ വലിയ ആവേശമൊക്കെ കാണിക്കുകയും എന്നാൽ പിന്നീട് ട്രിപ്പൊക്കെ പോകാനെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ട്രിപ്പിന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാവുകയും അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അത് 1-2 വട്ടവുമൊക്കെ ആണെങ്കിൽ അത് പേഴ്സണൽ കാരണങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് ആലോചിക്കാം. എന്നാൽ എല്ലാ വട്ടവും ഇത്തരത്തിലുള്ള ഒരു പ്രവണത ചില ആളുകളെങ്കിലും വെച്ച് പുലർത്താറുണ്ടെന്ന കാര്യം നമുക്കറിയാം. ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ഒരേ ആൾക്കാർ തന്നെ അവരുടെ വാക്ക് മാറ്റുകയും അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യമായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ആൾക്കാരെ ഒരു തരത്തിൽ നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ഒരു ശീലമുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ കൃത്യമായി അനുസരിക്കുകയോ അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാനുള്ള ഇൻറ്റഗ്രിറ്റി കാണിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സ്വഭാവം മാറ്റേണ്ടതുണ്ട്. കാരണം പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവരെ സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു കാരണവശാലും ബഹുമാനിക്കാൻ പോകുന്നില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് അതേഴ്സ്. മറ്റുള്ളവരെ കോംപ്ലിമെൻ്റ് ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ജെനുവിനായിട്ടുള്ള ക്വാളിറ്റീസ് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പോസിറ്റിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യുകയും മാത്രമല്ല അത് നമ്മളെ ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കുകയും കൂടുതൽ കമ്പാഷനേറ്റ് ആക്കുകയും ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ അതിൽ അസൂയപ്പെട്ട് മാറി നിന്നിട്ട് അവരെ കോംപ്ലിമെൻ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഷോ യുവർ ടാലൻറ്റ് ടു അതേഴ്സ്. നമുക്കറിയാം പക്ഷികളായിട്ടുള്ള മയിലുകൾ പീലി വിടർത്തി നൃത്തം ചെയ്യുന്നതും അതുപോലെ കുയിലുകൾ നല്ല മധുരമായ ശബ്ദത്തിൽ പാട്ടുകൾ പാടുന്നതും ഒക്കെ ആരും ചോദിച്ചിട്ടല്ല, മറിച്ച് അത് അതിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുന്നതും ഒക്കെ. ഇത്തരത്തിൽ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ടാലൻ്റ് എന്താണെന്ന് വന്ന് ചോദിച്ച് മനസ്സിലാക്കാനൊന്നും ഇന്നത്തെ കാലത്ത് നിൽക്കില്ല. മറിച്ച് മറ്റുള്ളവരിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്ന യുണീക്കായിട്ടുള്ള ടാലൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എക്സിബിറ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ മടിയും കാണിക്കേണ്ടതില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ബിസി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം തന്നെ അവരുടെ മൊബൈൽ ഫോൺ ഒരു ദിവസം എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക. ഒരു ഡെയിലി ആവറേജ് തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്പുകൾ ഉപയോഗിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് നോക്കുക. ആ ആപ്പുകൾ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പഠനം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു കുഴപ്പവുമില്ല. അല്ലാതെ വെറുതെ സമയം കളയാനുള്ള സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള അല്ലെങ്കിൽ വാട്സാപ്പ് പോലുള്ള ആപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാടധികം സമയം വെറുതെ കിടക്കുകയാണ് ആൻഡ് അത് നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയാണെന്ന കാര്യം മനസ്സിലാക്കുക. ഇത്തരത്തിൽ
എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഗോൾസ് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ഗോളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിനെ പെർസ്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി എപ്പോഴും ബിസിയായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ബിസിയായി ഇരിക്കുന്നവർക്ക് മാത്രമേ സമയത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ സമയത്തെ ബഹുമാനിക്കുന്നവരെ മാത്രമേ മറ്റുള്ളവരും ബഹുമാനിക്കുകയുള്ളൂ. നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആരും നിങ്ങളെയോ നിങ്ങളുടെ സമയത്തെയോ ബഹുമാനിക്കില്ല. മറിച്ച് നിങ്ങൾ ഒരല്പം ബിസി ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ സമയത്തെയും മറ്റുള്ളവർ ബഹുമാനിക്കാൻ പഠിക്കും. ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസ്പെക്ട് അതേഴ്സ് എന്നുള്ളതാണ്. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളത്. ഒരിക്കലും റെസ്പെക്ട് നമുക്ക് മറ്റൊരാളിൽ നിന്നും പിടിച്ചു വാങ്ങാൻ സാധിക്കില്ല. മറിച്ച് റെസ്പെക്ട് ഹാസ് ടു ബി ഏൺഡ്. അത് നമ്മുടെ പ്രവർത്തികളിലൂടെ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡായിട്ട് മാത്രമേ റെസ്പെക്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരാളെ നമ്മൾ ബഹുമാനിക്കാതെ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഷോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ നമ്മളെ ബഹുമാനിക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള നാരോ മൈൻഡഡ്നെസ് കാണിക്കുന്നതിന് പകരം കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ ഹംബിളായിട്ട് ലൈഫിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈഫിൽ ഡെയിലി ബേസിസിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അതുപോലെ മറ്റുള്ളവരെയും അവരുടെ ചെറിയ ചെറിയ സക്സസ്സിനെ പോലും അപ്രീഷിയേറ്റ് ചെയ്യുക. അത്തരത്തിൽ വളരെയധികം ഹംബിളായിട്ട് ആളുകളുമായിട്ട് ഇടപഴകുക. തീർച്ചയായിട്ടും അവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനുമായി ഹെൽപ്പ് ചെയ്യുന്ന 7 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നുവോ അത്രമേൽ അവരുടെ മനസ്സിൽ നമ്മളും റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കും.